ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് നല്ല കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകൾ, ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്ലാന്റുകൾ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്കെൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു സാൻസവേരിയ പ്ലാന്റാണ്. അതൊരു നല്ല പുഷി പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ തൈകൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ സെയിലായിപ്പോയി. ഇനിയും ഉണ്ട് കുറച്ച് പ്ലാന്റ് കൂടി. അപ്പോൾ ഇത് കുഞ്ഞ് നല്ല വൈറ്റ് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് വീട്ടിനകത്ത് കിച്ചണിലൊക്കെ വെക്കാം, അതുപോലെ ബെഡ്റൂമിൽ വെക്കാം. അപ്പോൾ ഇത് വീട്ടിനകത്ത് വെക്കേണ്ട ഒരു പ്ലാന്റാണ്. നല്ല എയറൊക്കെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ കാണുന്ന സാൻസവേരിയ പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് എന്ത് പോട്ടിങ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുപോലെ ഡെയിലി വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ അത് വളർന്ന് നിൽക്കും. വല്ലപ്പോഴും കൂടിയൊക്കെ ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ചിട്ട് നമുക്ക് അകത്തെടുത്ത് വെക്കാമെന്നുള്ള പ്ലാന്റാണ് ഇത് കാണുന്ന സാൻസവേരിയ പ്ലാന്റ്. ഈ കാണുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു പെപ്പറോമിയ പ്ലാന്റാണ്. നല്ല പുഷിയായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. കണ്ടാൽ ലീഫെല്ലാം കണ്ടാൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കട്ടിങ് ആണെന്ന് തോന്നിയുള്ളൂ. അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. എന്ത് മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിനും വലിയ വെള്ളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും വളരെ കൂടുതലായിട്ടില്ലാത്തൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഷോക്കേസിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇതും അതുപോലത്തെ മറ്റൊരു പ്ലാന്റാണ്. അത് ഒരു ബിഗോണിയ പ്ലാന്റ് അല്ല, ഒരു പെപ്പറോമിയ പ്ലാന്റാണ് ഈ കാണുന്നത്. അത് നല്ല പുഷായിട്ട് വരുന്നൊരു പ്ലാന്റാണ്. ഈ കാണുന്നതും ഒരു പെപ്പറോമിയ പ്ലാന്റാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താൻ പറ്റുന്ന, ഏതവസ്ഥയിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പെപ്പറോമിയ പ്ലാന്റ്. നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫിനൊക്കെ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ നല്ല വെരിഗേറ്റഡ് ആയിട്ട് വരും. നല്ല കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പോട്ടി മിക്സ് കൊടുത്താലും ഒരു കുഴപ്പവുമില്ല. ചെറുതായിട്ട് നമുക്ക് NPK വളങ്ങളൊക്കെ വല്ലപ്പോഴും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ സ്റ്റിക്കിൽ കയറി പോകുന്നൊരു പ്ലാന്റ് കൂടിയാണ്. നമുക്ക് ചെറിയ കട്ടിങ്ങൊക്കെ എടുത്ത് നമുക്ക് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അതുപോലെ നല്ല ലൈഫുള്ളൊരു പ്ലാന്റാണ്. ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാം. നല്ല ഭംഗിയാണ്. അതിനെ നോക്കുമ്പോൾ നമുക്ക് അത്രയും ഭംഗിയായിട്ട് വരും. നല്ല പുഷിയായിട്ട് വളർത്തിയെടുക്കാനും നല്ലൊരു പ്ലാന്റാണ്. അടിപൊളി പ്ലാന്റാണ്. നല്ലൊരു പെപ്പറോമിയ പ്ലാന്റാണ്. ഇത് കുറേ ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ ഇപ്പോഴും സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഒക്കെയാണ് ഈ കാണുന്ന പെപ്പറോമിയ. ഇതും ഒരു പെപ്പറോമിയ പ്ലാന്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ വാട്ടർ മെലൺ കാണുന്നത് പോലെയാണ് ഈ ഒരു ലീഫ് കാണുമ്പോൾ തോന്നുന്നത്. അതിൻ്റെ പേരും വാട്ടർ മെലൺ എന്ന് പറയുന്നൊരു പെപ്പറോമിയാണ് ഇതിന് പേര് വരുന്നത്. നല്ല പ്ലാന്റാണ്. നല്ലതും നല്ല പുഷിയായിട്ട് വളരുന്ന, വളരെ തൈകളൊക്കെ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. എന്ത് മനോഹരമായിട്ടുള്ള ലീഫാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ ഇതുപോലെ കുഞ്ഞു ചെടികളൊക്കെ ആക്കി എടുത്തതാണ്. അതുപോലെ ഈ കാണുന്നത് ബിഗോണിയ പ്ലാന്റ്. ഇതൊരു പഴയ ബിഗോണിയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നല്ല അടിപൊളി പ്ലാന്റാണ്. ഇത് ഒക്കെ കുറേ നാളായ പ്ലാന്റുകളാണ് എൻ്റെ കയ്യിൽ വന്നിട്ട്. കുറേ നാളായിട്ടുള്ളതാണ്. കുറേ ലീഫൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നമുക്ക് വീണ്ടും അത് കിളർത്ത് വരുന്ന നല്ലൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് പിന്നീട് ഒരു കെയറും നമ്മൾ എങ്ങനെ വളർത്തിയാലും നമുക്ക് കിട്ടാത്തൊരു പ്ലാന്റാണ് ആ ഒരു ബിഗോണിയ പ്ലാന്റ്. ഇതൊരു കലാത്തിയ പ്ലാന്റ്. നല്ല ഭംഗിയുള്ള കലാത്തിയാണ്. വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു കലാത്തിയാണ്. നല്ല ഭംഗിയുള്ളൊരു കലാത്തി. അതിൻ്റെ കുറച്ച് തൈകളൊക്കെ എൻ്റെ കൈവശം സെയിലിനായിട്ടല്ല, ഞാൻ വളർത്തിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു ഫേണാണ്. ക്രൊക്കോഡിൽ എന്ന് പറയുന്ന ഒരു ഫേണാണ് ഈ കാണുന്നത്. നല്ല റേറ്റുള്ളൊരു പ്ലാന്റാണ്. ഇപ്പോൾ ഞാൻ തീരെ ചെറിയ തൈ മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വളർന്നിട്ടുണ്ട്. ഇത് ഒരു ബിഗോണിയ പ്ലാന്റാണ്. ഈ കാണുന്ന ബിഗോണിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇപ്പോൾ ഈ കാണുന്ന റെഡ് കളർ നല്ല റെഡ് കളറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചെറിയ തൈ ആയതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നിൽക്കുന്നത്. കുറച്ച് വെട്ടവും വെയിലും ഒക്കെ കൊള്ളുമ്പോൾ ഇതേപോലുള്ള ലീഫ് നല്ല ഡാർക്ക് കളറായിട്ട് വരുന്ന, ഡാർക്ക് റെഡ് കളറായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. ഈ കാണുന്നത് ഇപ്പോൾ ഇങ്ങനെ സിൽവർ കളറിൽ നിൽക്കുന്നതാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നല്ല റെഡ് കളറായിട്ട് വരുന്നൊരു പ്ലാന്റാണ് ആ ഒരു ബിഗോണിയയും. ഇത് റെഡും ബ്ലാക്കും ഒക്കെ കൂടി ചേർന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് സിൽവർ കളറുള്ള ഒരു ബിഗോണിയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ബിഗോണിയാണ്. അത് നമുക്ക് ചട്ടിയിൽ നല്ല പുഷായിട്ട് വളർന്നു വരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നല്ല സിൽവർ കളറും അതുപോലെ ചെറിയൊരു ഡോട്ട് പോലെ ഒരു ഗ്രീൻ കളറും ഒക്കെ ചേർന്നിട്ട് വരുന്ന ഒരു നല്ല പുഷി പോട്ട് ആയിട്ട് വരുന്നൊരു പ്ലാന്റാണ് ഈ ഒരു ബിഗോണിയ പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഈ കാണുന്ന ഒരു ബിഗോണിയ വളരെ പിന്നീട് ആഗ്രഹിച്ച് മേടിച്ചിട്ടുള്ളൊരു പ്ലാന്റാണ്. ഞാൻ 3 പേരുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് 3 പ്രാവശ്യമായിട്ട്. അപ്പോൾ അത് 3 ഇതുപോലെ പെട്ടെന്ന് തന്നെ തണ്ടൊടിഞ്ഞങ്ങ് ചീഞ്ഞ് പോകാറാണ് പതിവ്. അങ്ങനെ ഞാൻ
മൂന്നാമത് വാങ്ങിയ ആളിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി ഇതിൻ്റെ തൈകൾ ഒരു ഇലകളൊക്കെ ഒന്ന് കൊക്കോ പീറ്റിൽ ഒന്ന് ടിപ്പ് ചെയ്ത് വെച്ച് അങ്ങനെ എനിക്ക് 2-3 തൈകളൊക്കെ കിട്ടി. അതങ്ങനെ വേറെ ഒരു മരുന്നൊക്കെ തളിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ വളർന്നത്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇലയങ്ങ് ചീഞ്ഞ് പോവും. പിന്നെ എനിക്കത് അങ്ങ് ആ പ്ലാന്റ് പാടെ അങ്ങ് നശിച്ച് പോവാറാണ് പതിവ്. ഈ കാണുന്ന ഒരു ബ്രൗൺ കളർ ചെടി അല്ല, ഈ കാണുന്നത് പോലെയൊന്നുമല്ല, ആൾ നല്ല അടിപൊളി പ്ലാന്റാണ്. 2-3 വർഷമായിട്ടുള്ള എൻ്റെ കയ്യിലുള്ളൊരു പ്ലാന്റാണ്. ഇത്രയുള്ള ആൾ വളരെ വളർച്ചയൊന്നും ഇല്ലാത്തതാണ്, എങ്കിലും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. എങ്ങനെയൊക്കെ കിട്ടിയ കുറച്ച് ഇലയൊക്കെ കൊത്തി മുളപ്പിച്ചെടുത്ത ബിഗോണിയ പ്ലാന്റാണ്. അതിൽ നിന്നുള്ള 1-2 ബിഗോണികളൊക്കെ ഞാൻ ഇതുപോലെ ഇല വെച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ നിൽക്കുന്നത്. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ഫേണിൻ്റെ ഒരു പ്ലാന്റാണ്. അത് നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കയ്യിൽ നിങ്ങളെ കാണിക്കാനായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എൻ്റെ പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.